നല്ല അടിപൊളി ക്ലൈമറ്റ് വരുന്നു കേട്ടോ. തലേദിവസം കുറച്ച് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ലൊരു മഴയും തണുപ്പും അല്ല ചൂടും അല്ലാത്തൊരു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നേ. പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം കുറച്ച് വീട്ടിൽ പണികളുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങളൊന്നൊരു വയോജനം മന്ദിരത്തിൽ പോയിട്ട് കേക്ക് മേടിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പം ചെന്നപ്പോൾ തന്നെ സന്ദീപ് പള്ളിയിൽ പോയി വന്ന എല്ലാ പരിപാടികളൊക്കെ ഏകദേശം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബലൂണും എല്ലാം ടൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചെയ്യണമായിരുന്നു. അപ്പം ദോശ ഉണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് സീനായിലെ ഒരു വയോജന മന്ദിരത്തിലാണ് കേട്ടോ പോയത്, സിസ്റ്റേഴ്സിൻ്റെ അവിടെ തന്നെ. അപ്പോൾ നമുക്ക് പരിചയമുള്ള സിസ്റ്റേഴ്സുമാണ്, പക്ഷേ ആദ്യമായിട്ടാണ് കേക്കൊക്കെ ഇവിടെ മുറിക്കുന്നത് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരുള്ളൊരു സ്ഥലത്ത്, അതിന് മുന്നേയും തൃശ്ശൂരുള്ളൊരു സ്ഥലത്താണ് കൊടുത്തത്. അപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ എൻജോയ് അല്ല, ഇവിടെ നമ്മുടെ അമ്മമാരുടെ കൂടെ ഒന്ന് മുറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. അവിടെ പ്രശാന്തൻ്റെ അച്ഛനും അമ്മയും പ്രശോഭും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പയും സന്ധ്യയും പുറകെ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ കേക്ക് മുറിക്കുന്ന രംഗങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അമ്മയുടെ വയലിൽ കേക്ക് തരുവോ ഇന്ന്?
പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി കേട്ടോ. വീട്ടിൽ ഉച്ചയ്ക്കായിരുന്നു പരിപാടി. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുന്ന പോലെയായിരുന്നു പരിപാടി. അപ്പം ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും ഞങ്ങളുടെ ഒരു റിലേറ്റീവും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ആരും ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊരു കുഞ്ഞു ഫംഗ്ഷൻ ആയത് കാരണം പ്രശാന്തേട്ടൻ്റെ അച്ഛൻ്റെ ഫാമിലി മുഴുവനും ഉണ്ടായിരുന്നു. കാരണം അവരടുത്തുള്ളത് കാരണം പിന്നെ അച്ഛനും അമ്മയ്ക്കും നിർബന്ധമായിരുന്നു എല്ലാവരും വേണമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലേക്ക് ഇവരെല്ലാവരും ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും വന്നായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമായിരുന്നു എല്ലാവരും കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഒരു വൈബ്. ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ആദ്യമായിട്ട് അവർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്കും നല്ല സന്തോഷം തന്നെയായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ രണ്ടുപേരും കാത്തിരുന്ന ഒരു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഇത്. എല്ലാവരും കൂടെ ഒരുമിച്ച്. മമ്മി ഉണ്ടായിരുന്നില്ല, മമ്മിയും കുഞ്ഞും ഇല്ല. അതിൻ്റേതായിട്ടുള്ള ഒരു ഗ്യാപ്പ് അന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. മമ്മിയും കുഞ്ഞും ഉണ്ടാകുമ്പോൾ ഉള്ള അവരുടെ രണ്ടുപേരുടെ ഒരു സ്പേസും രണ്ട് രീതിയിലാണ്. എനിക്ക് മമ്മിയും വേണമെന്ന് ഒരുപാട് ആഗ്രഹമായിരുന്നു. പക്ഷെ മമ്മിക്ക് ലീവില്ലാത്ത കാരണം മമ്മിക്ക് നേരത്തെ പോകേണ്ടി വന്നു. അതുകൊണ്ട് മമ്മിയില്ല, കുഞ്ഞും ഇല്ലായിരുന്നു. കുഞ്ഞുമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ചെയ്തായിരുന്നു. കഴിഞ്ഞ 2 തവണയും എൻ്റെ ഫാമിലി ആരും ഉണ്ടായിരുന്നില്ല. പ്രശാന്തേട്ടൻ്റെ എല്ലാ ഫാമിലീനെയും എല്ലാ ഫ്രണ്ട്സിനെയും എല്ലാവരെയും വിളിച്ചിട്ടാണ് 2 വർഷം സെലിബ്രേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം കുറച്ചൊന്ന് ചെറുതാക്കാമെന്ന് വിചാരിച്ച് വീട്ടിൽ തന്നെ ചെയ്തത്. പിന്നെ കുറച്ച് നമ്മൾ 3 വയസ്സായതുകൊണ്ട് ബർത്ത്ഡേ ചുരുക്കി എന്ന് പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചെറുതായിട്ട് ചെയ്തത്. മൊത്തം 110 പേരുടെ പരിപാടിയായിരുന്നു. ഇപ്പം വീട്ടിൽ കുറച്ച് പേരും പിന്നെ ആശ്രമത്തിലുള്ളവർക്ക്. അപ്പോൾ എല്ലാവർക്കും ഫുഡും എല്ലാം അറേഞ്ച് ചെയ്തത് അപ്പയാണ് കേട്ടോ. അപ്പയുടെ പ്ലാനായിരുന്നു എല്ലാം ഭംഗിയായി ചെയ്യണം എന്നുള്ളത്. അങ്ങനെ അപ്പയും മമ്മിയും സന്ദീപും ആയിരുന്നു ഈ പ്രാവശ്യം ബർത്ത്ഡേ കുറച്ച് ഗ്രാൻഡാക്കി തന്നത് കേട്ടോ. ഇത്രയെങ്കിലും ഗ്രാൻഡാക്കിയത് ആരാണെന്നുണ്ടെങ്കിൽ അത് അപ്പയും അമ്മയും സന്ദീപും തന്നെയാണ് കേട്ടോ. കാരണം അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ കല്യാണമോ വീട്ടിൽ നടന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇതെന്തെങ്കിലും കുറച്ച് ചെറിയ രീതിയിലെങ്കിലും നല്ല രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നന്നായി ചെയ്തു. എല്ലാ ഫാമിലിയിലും നമുക്ക് വിളിക്കാൻ പറ്റിയില്ല. വിളിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്നുമല്ല ഞങ്ങളുടെ ഫാമിലി. പ്രശാന്തേട്ടൻ്റെ വലിയൊരു ഫാമിലിയാണ്, എൻ്റെയും വലിയൊരു ഫാമിലിയാണ്. വിളിച്ചാൽ എല്ലാവരും ഓടി വരും. പക്ഷേ വിളിക്കാൻ നമ്മളൊരു ചെറിയൊരു ഫാമിലി ഗെറ്റ് ടുഗെദർ ആയത് കാരണവും ബർത്ത്ഡേ പാർട്ടി ആയത് കാരണവും നമ്മൾ ചെറുതാക്കിയതാണ് കേട്ടോ. അപ്പം ഇതായിരുന്നു അന്നത്തെ ചുറ്റും ഉണ്ടായിരുന്ന ആൾക്കാർ. നിങ്ങളെല്ലാവരെയും കണ്ടു കാണുമല്ലോ അല്ലേ. അപ്പം ഇനി പരിചയപ്പെടുത്താം ആരൊക്കെയാണെന്ന്. അഞ്ജു ആദിത്യൻ്റെ വൈഫാണ്. പ്രശാന്തൻ്റെ കസിനാണ്. കസിൻ്റെ വൈഫും മോളുമാണ്. പിന്നെ ഷിജോയേട്ടനും ദർശനയും എൻ്റെ പല വ്ളോഗിൽ നിങ്ങളിവരെ കണ്ടിട്ടുണ്ടാവും. കുഞ്ഞു വാവയുണ്ട്, മീതു. അങ്ങനെ ഇവരും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫ്രെയിം കംപ്ലീറ്റ് ആവുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ വരുമ്പോഴാണ്. ഇത് കുക്കു ചേച്ചി, വിഷ്ണു, ആതിര ചേച്ചി, പ്രശാന്തൻ്റെ കസിൻസാണ്. പിന്നെ ഇത് സന്ദീപിൻ്റെ ഫ്രണ്ട്സാണ്. ജോബ്, ഡാനിയുടെ വൈഫ് അമർ, രേഷ്മ. പിന്നെ എൻ്റെ ഫാമിലി കുറച്ചും കൂടി എനിക്ക് ക്ലോസ് ആയിട്ടുള്ളത് സന്ദീപിനോടാണ്. അപ്പം സന്ദീപിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ ആ സമയത്ത് വേറൊരു സ്ഥലത്തും കൂടെ ഫുഡ് ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോയിരിക്കുകയായിരുന്നു. പിന്നെ തെന്നുവിന് കൊടുത്തേക്കുന്ന ഗിഫ്റ്റുകളായിരുന്നു കേട്ടോ. ഞാൻ ഗിഫ്റ്റിൻ്റെ എന്തൊക്കെ കിട്ടിയെന്നുള്ളതിൻ്റെ വേറൊരു വീഡിയോ തന്നെ ഇടുന്നുണ്ട്. ഇത് കുഞ്ഞും പ്രക്ഷോഭം കൂടെ കൊടുത്തൊരു ഗിഫ്റ്റായിരുന്നു. പിന്നെ അഖിൽ കൊടുത്ത ഗിഫ്റ്റ്. പിന്നെ ഈ ടേബിളും ചെയറും ഷിജായേട്ടനും ആദിത്യൻ്റെയും വകയായിരുന്നു കേട്ടോ. അപ്പം ഒരുപാട് ഹാപ്പി ആയിരുന്നു. നമ്മൾ ഇത്രയും ചെറുതായി ചെയ്തെങ്കിലും നമ്മളുടെ കൂടെ നിന്ന് എല്ലാവരും സന്തോഷമായിട്ട് തന്നെ തെന്നുവിനെ ബ്ലെസ് ചെയ്തു. തെന്നുവിൻ്റെ ഈ ദിവസം നന്നായി മനോഹരമാക്കി. അതിന് എൻ്റെ വീഡിയോ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ റിലേറ്റീവ്സ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പേരുടെ വീഡിയോസ് ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്താറുണ്ട്. അപ്പം കുറച്ച് പേര് സമയം പാഴാക്കി എനിക്ക് വേണ്ടി അയച്ചു തന്നു. ചിലർ തന്നില്ല കേട്ടോ, സമയമില്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പം ആ തന്നവരുടെ വീഡിയോ ആണ് ഞാൻ ഇടാൻ പോകുന്നത്. മാമനും അങ്ങനെ എല്ലാവരുടെയും വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. മാമന്മാരുടെയും അമ്മായിമാരുടെയും എൻ്റെ അങ്കിളിൻ്റെയും കുഞ്ഞുവിൻ്റെയും എല്ലാവരും. എൻ്റെ പഞ്ചാരയ്ക്ക് കുഞ്ഞാൻ്റെ ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ഹാപ്പി ബർത്ത്ഡേ തെന്നൂറ്റ ചക്കറുമ്മ. Many more happy returns of the day, Tennu. May God bless you. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന തെന്നുകുട്ടിക്ക് 1000 ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ തെന്നു. ഹാപ്പി ബർത്ത്ഡേ തെന്നുമ്മ. ഹാപ്പി ബർത്ത്ഡേ മോളോ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ തെന്നുമ്മ. ഹായ് തെന്നുകുട്ട.
ഹാപ്പി ബർത്ത്ഡേ. ഹായ് തെന്നു, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ തെന്നലേ. ഹാപ്പി ബർത്ത്ഡേ തെന്നൽ മോളു. Happy birthday, Tennal. Happy birthday to you. Happy birthday to you. Happy birthday to dear Tennal. Happy birthday to you. ഹാപ്പി ബർത്ത്ഡേ തെന്നൽ ബേബി. God bless you. Tennal baby, നിനക്കൊരു ഡാൻസ് ചെയ്യാൻ പോവാ. ഞാനായിട്ട് പറയുന്ന സോങ്. 3, 2, 1. മമ്മിയുടെ വിഷില്ലെങ്കിൽ പോലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ഇടുക കേട്ടോ, മമ്മിയുടെ വിഷിന് വേണ്ടിയിട്ട്. അപ്പം മമ്മിയും കൂടി ഇല്ലെങ്കിൽ എനിക്ക് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇത് ഇവരുടെ ആനിവേഴ്സറിക്ക് കേക്ക് മുറിച്ചതാണ് കേട്ടോ, സോറി മമ്മിയുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചതാണ്. അപ്പോൾ ആ വീഡിയോ ഞാൻ കൂടെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് എനിക്ക് വിഷസ് അറിയിച്ച് തന്നത്, ഐ മീൻ അയച്ചു തന്നത്. അല്ലാതെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ഒരുപാട് പേര് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവരും ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നതിൽ. അപ്പം ഇനിയും അതുപോലെ ഞങ്ങളുടെ ഫാമിലി യൂണിയൻ ആവുന്ന സമയത്ത് ഞാൻ ഇനി ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റ ആൻഡ് ബൈ.